ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഈ മാസം 29 നടക്കുന്ന ദേവസ്വം ബോർഡ് LD ക്ലർക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ ദേവസ്വം ബോർഡ് പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഇത് 60 ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ GK ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ദേവസ്വം ബോർഡ് എക്സാം ഉള്ളവരും കേരള PC എക്സാം എഴുതുന്നവരും കൂടെ ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം പഠിക്കുക. പിന്നെ ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം? ഓപ്ഷൻ ഡി 1956. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1956. PR ശ്രീജേഷ് ഏത് കായിക വിനോദ ഇനത്തിലാണ് പ്രശസ്തനായത്? ഓപ്ഷൻ ബി ഹോക്കി. PR ശ്രീജേഷ് ഏത് കായിക വിനോദ ഇനത്തിലാണ് പ്രശസ്തനായത്? ഹോക്കി. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം? ഓപ്ഷൻ ഡി 1936. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. കേരളത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പിലാക്കിയ വർഷം? ഓപ്ഷൻ എ 1957. കേരളത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പിലാക്കിയ വർഷം 1957. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഓപ്ഷൻ എ ആനമുടി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആനമുടി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല? ഓപ്ഷൻ ഡി ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഇടുക്കി. കേരള സംസ്ഥാനത്തിലെ ആദ്യ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി? ഓപ്ഷൻ ഡി പാമ്പാർ. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി പാമ്പാർ. കേരള ജ്യോതി അവാർഡ് 2024 ലഭിച്ച ആള്? ഓപ്ഷൻ സി MK സാനു. കേരള ജ്യോതി അവാർഡ് 2024 ലഭിച്ച ആള് MK സാനു. 2025 പുരസ്കാരങ്ങളുടെ ഒരു വീഡിയോ ചാനലിലുണ്ട് കേട്ടോ. അതായത് കേരളത്തിലെ പുരസ്കാരങ്ങൾ സെപ്പറേറ്റും ഉണ്ട്, അല്ലാതെ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പുരസ്കാരങ്ങൾ അങ്ങനെ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അതെല്ലാം പോയി കണ്ട് പഠിക്കണം കേട്ടോ. കേരളത്തിലെ പുരസ്കാരങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട് 2025. അതുകൂടാതെ കേരളത്തിലെ, ലോകത്തിലെ, ഇന്ത്യയിലെ ഇങ്ങനെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വേറൊരു ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ഈ 2 ക്ലാസ്സുകളും എല്ലാവരും പോയി കണ്ട് പഠിക്കണം കേട്ടോ. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ സി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. സാധാരണ ഊഷ്മാവിൽ ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം? ഓപ്ഷൻ ഡി രസം. അതായത് മെർക്കുറിയാണ്. ഈ രസത്തിൻ്റെ വേറൊരു പേരാണ് മെർക്കുറി. സാധാരണ ഊഷ്മാവിൽ ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം രസം, മെർക്കുറിയാണ് കേട്ടോ ഈ രസം എന്ന് പറയുന്നത്.
പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ സി ലൂയി പാസ്റ്റർ. പാസ്ചറൈസേഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ലൂയി പാസ്റ്റർ. തത്വമസി എന്ന അദ്വൈത മഹാകാവ്യം ഏത് ഉപനിഷത്തിൽ ആണ് ഉള്ളത്? ഓപ്ഷൻ ഡി ചണ്ഡികോപനിഷത്ത്. തത്വമസി എന്ന അദ്വൈത മഹാവാക്യം ഏത് ഉപനിഷത്തിലാണ് ഉള്ളത്? ചാന്ദികോപനിഷത്ത്. സൂര്യഗ്രഹണം സംഭവിക്കുന്നത്? ഓപ്ഷൻ സി ചന്ദ്രൻ മധ്യത്തിലായി സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഇവ നേർരേഖയിൽ വരുമ്പോൾ. സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രൻ മധ്യത്തിലായി സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഇവ നേർരേഖയിൽ വരുമ്പോൾ. കൃഷ്ണദ്വൈപായനൻ എന്നത് ഏത് മഹർഷിയുടെ പേരാണ്? ഓപ്ഷൻ എ വേദവ്യാസൻ. കൃഷ്ണദ്വൈപായനൻ എന്നത് ഏതു മഹർഷിയുടെ പേരാണ്? വേദവ്യാസൻ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിൻ്റെ രചയിതാവ്? ഓപ്ഷൻ സി ഒ വി വിജയൻ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിൻ്റെ രചയിതാവ് ഒ വി വിജയൻ. കേരള സർക്കാരിൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരം 2024 നേടിയ സാഹിത്യകാരൻ? ഓപ്ഷൻ ബി എൻ എസ് മാധവൻ. കേരള സർക്കാരിൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരം 2024 നേടിയ സാഹിത്യകാരൻ എൻ എസ് മാധവൻ. കേരള സർക്കാരിൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരം 2025 നേടിയിരിക്കുന്നത് കെ ജി ശങ്കരപിള്ളയാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. എഴുത്തച്ഛൻ പുരസ്കാരം 2025 നേടിയിരിക്കുന്നത് കെ ജി ശങ്കരപിള്ള. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്ന് ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? ഓപ്ഷൻ എ 1976 42-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? 1976 42-ാം ഭേദഗതി. താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളിൽ ഏതിലാണ് കായിക പ്രജനനം നടക്കുന്നത്? ഓപ്ഷൻ എ ഇലമുളച്ചി. താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളിൽ ഏതിലാണ് കായിക പ്രജനനം നടക്കുന്നത്? ഇലമുളച്ചി. രണ്ട് സമതല ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് 90 ഡിഗ്രി ആയാൽ അവയുടെ ഇടയിൽ വയ്ക്കുന്ന വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? ഓപ്ഷൻ ബി 3. രണ്ട് സമതല ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് 90 ഡിഗ്രി ആയാൽ അവയുടെ ഇടയിൽ വയ്ക്കുന്ന വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 3. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഒരു കുഴലിലൂടെ ഊതുമ്പോൾ പാൽനിറമാകുന്നതിന് കാരണമാകുന്ന വസ്തു? ഓപ്ഷൻ സി അതിലുണ്ടാകുന്ന കാൽസ്യം കാർബണേറ്റ്. തെളിഞ്ഞ ചുണ്ണാമ്പുകല്ല് വെള്ളത്തിൽ ഒരു കുഴലിലൂടെ ഊതുമ്പോൾ പാൽനിറമാകുന്നതിന് കാരണമാകുന്ന വസ്തു? അതിലുണ്ടാകുന്ന കാൽസ്യം കാർബണേറ്റ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. അപ്പോൾ ഈ രാജ് വെച്ച് അങ്ങ് ഓർത്താൽ മതി കേട്ടോ. പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പം രാജ് വരുമ്പം രാജസ്ഥാൻ, രാജസ്ഥാൻ അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇനി ഇതാരും മറന്നു പോകത്തില്ലല്ലോ. എങ്ങനെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. പഞ്ചായത്ത് രാജ് രാജസ്ഥാൻ. ഈ രാജ് വെച്ച് രാജും രാജസ്ഥാനും രാജ അങ്ങനെ അങ്ങ് ഓർത്താൽ മതിയേ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ.
ഇത് ദേവസ്വം ബോർഡ് പരീക്ഷകൾക്കും കേരള PSC പരീക്ഷകൾക്കും ഒക്കെ മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. കരവസ്തുക്കളിൽ താപം പ്രസരണം ചെയ്യപ്പെടുന്ന രീതി. ഓപ്ഷൻ ഡി ചാലനം. കരവസ്തുക്കളിൽ താപം പ്രസരണം ചെയ്യുന്ന രീതി ചാലനം. ചൂടാക്കിയാലും തണുപ്പിച്ചാലും വികസിക്കുന്ന വസ്തു. ഓപ്ഷൻ സി 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ജലം. ചൂടാക്കിയാലും തണുപ്പിച്ചാലും വികസിക്കുന്ന വസ്തു 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ജലം. ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രക്തത്തിലെ ഘടകം. ഓപ്ഷൻ സി ഹീമോഗ്ലോബിൻ. ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന രക്തത്തിലെ ഘടകം ഹീമോഗ്ലോബിൻ. പുരാതന കവിത്രയം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. പുരാതന കവിത്രയം എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. പുരാതന കവിത്രയം എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയുടെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആരായിരുന്നു ആ വിദ്യാഭ്യാസ മന്ത്രി? ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയുടെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആരായിരുന്നു ആ വിദ്യാഭ്യാസ മന്ത്രി? മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ ഇവിടെ 2 ചോദ്യങ്ങൾ പഠിക്കുക അല്ലേ? എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് നവംബർ 11 ഈ ചോദ്യങ്ങളൊക്കെ കേരള PSCയുടെ ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷകൾക്കൊക്കെ മിക്കപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയുടെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആരായിരുന്നു ആ വിദ്യാഭ്യാസ മന്ത്രി? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത്? ഓപ്ഷൻ സി മയില്. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? മയിൽ. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നത് ആര്? ഓപ്ഷൻ ഡി ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ദേശീയ മൃഗം. ഓപ്ഷൻ ഡി കടുവ. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി. ഓപ്ഷൻ ബി ശ്രീമതി പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ശ്രീമതി പ്രതിഭ പാട്ടീൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി. ഓപ്ഷൻ എ ശ്രീമതി സുചേത കൃപലാനി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ശ്രീമതി സുചേത കൃപലാനി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഓപ്ഷൻ ഡി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന വർഷം. ഓപ്ഷൻ ബി 1950. ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന വർഷം 1950. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ഇടക്കാല കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ സി ഷൺമുഖം ചെട്ടി. സ്വതന്ത്ര ഇന്ത്യയിൽ
ആദ്യത്തെ ഇടക്കാല കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരായിരുന്നു? ഷൺമുഖം ചെട്ടി. ശൂന്യതയിൽ പ്രകാശ വേഗത എത്ര? ഓപ്ഷൻ എ 3,00,000 km/s. ശൂന്യതയിൽ പ്രകാശ വേഗത എത്രയാണ്? 3,00,000 km/s. താഴെ പറയുന്നവയിൽ മൂലകം അല്ലാത്ത വസ്തു ഏത്? ഓപ്ഷൻ ബി ജലം. താഴെ പറയുന്നവയിൽ മൂലകം അല്ലാത്ത വസ്തു ഏതാണ്? ജലം. താഴെ പറയുന്നവയിൽ ഏതാണ് രാസപരമായി ഉദാസീനമായ ഉത്കൃഷ്ടവാതകം? ഓപ്ഷൻ എ നിയോൺ. താഴെ പറയുന്നവയിൽ ഏതാണ് രാസപരമായി ഉദാസീനമായ ഉത്കൃഷ്ടവാതകം? നിയോൺ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഹരിതഗൃഹ പ്രഭാവവാതകം? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഹരിതഗൃഹ പ്രഭാവവാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഗ്രഹം ഏത്? ഓപ്ഷൻ ബി ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഗ്രഹം ഏത്? ശുക്രൻ. ഭൂമിയിൽ വേലിയേറ്റം ഉണ്ടാകുന്നതിന് കാരണമാകുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ചന്ദ്രന്റെ ഗുരുത്വാകർഷണം. ഭൂമിയിൽ വേലിയേറ്റം ഉണ്ടാകുന്നതിന് കാരണമാകുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ചന്ദ്രന്റെ ഗുരുത്വാകർഷണം. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു ഭാഗത്താണ് ഓസോൺ പാളികൾ കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി സ്ട്രാറ്റോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു ഭാഗത്താണ് ഓസോൺ പാളികൾ കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. ലോകത്താദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്? ഓപ്ഷൻ ഡി ക്രിസ്ത്യൻ ബെർണാഡ്. ലോകത്താദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ക്രിസ്ത്യൻ ബെർണാഡ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി കേരളത്തിലെ വിവിധ ഇനം സസ്യങ്ങളെക്കുറിച്ച്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കേരളത്തിലെ വിവിധ ഇനം സസ്യങ്ങളെക്കുറിച്ച്. ഇന്ത്യ ഒട്ടുക്ക് ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? ഓപ്ഷൻ എ 1952. ഇന്ത്യ ഒട്ടുക്ക് ആദ്യമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1952. തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ അതിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ പറവൂർ TK നാരായണപിള്ള. തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ അതിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? പറവൂർ TK നാരായണപിള്ള. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം? ഓപ്ഷൻ സി ലക്കിടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ലക്കിടി. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി? ഓപ്ഷൻ സി കബനി. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി കബനി. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം? ഓപ്ഷൻ എ 9. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ആദിവാസികളുടെ മോചനത്തിനായി ഇന്ത്യയിലെ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പോരാടിയ ബിർസ മുണ്ട ആദിവാസികളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാരുടെ തടവിൽ റാഞ്ചിയിലെ ജയിലിൽ മരിക്കുമ്പോൾ ബിർസ മുണ്ടയുടെ വയസ്സ് എത്രയായിരുന്നു? ഓപ്ഷൻ ബി 25. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ആദിവാസികളുടെ മോചനത്തിനായി ഇന്ത്യയിലെ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പോരാടിയ ബിർസ മുണ്ട ആദിവാസികളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാരുടെ തടവിൽ റാഞ്ചിയിലെ ജയിലിൽ മരിക്കുമ്പോൾ ബിർസ മുണ്ടയുടെ വയസ്സ് എത്രയായിരുന്നു? 25 വയസ്സ്. ഇതങ്ങനെ അധികം കേട്ടിട്ടില്ലാത്തൊരു റയർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. 90-ാമത്തെ ചോദ്യം. ഓക്കെ. പ്രസിദ്ധമായ ആറാട്ടുപുഴ രൂപം ഏത് മലയാള മാസത്തിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻ എ മീനം. ആറാട്ടുപുഴ രൂപം അല്ല, ആറാട്ടുപുഴ പൂരമാണ് കേട്ടോ. ആറാട്ടുപുഴ പൂരമാണ്. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഏത് മലയാള മാസത്തിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്? മീനമാസത്തിൽ.
ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള തിരുവോണത്തോണി എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? ഓപ്ഷൻ ഡി കുമാരനെല്ലൂർ. ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള തിരുവോണത്തോണി എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? കുമാരനെല്ലൂർ. ചാക്യാർകൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യവിശേഷം? ഓപ്ഷൻ സി മിഴാവ്. ചാക്യാർകൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യവിശേഷം മിഴാവ്. ഒരേ സമയം തന്ത്രിവാദ്യമായും തുകൽവാദ്യമായും കണക്കാക്കപ്പെടുന്ന ക്ഷേത്രവാദ്യം? ഓപ്ഷൻ ഡി ഇടയ്ക്ക. ഒരേ സമയം തന്ത്രിവാദ്യമായും തുകൽവാദ്യമായും കണക്കാക്കപ്പെടുന്ന ക്ഷേത്രവാദ്യം ഇടയ്ക്ക. യമനും നചികേതസ്സും തമ്മിലുള്ള സംവാദം ഉൾപ്പെട്ടിരിക്കുന്ന ഉപനിഷത്ത്? ഓപ്ഷൻ ബി കഠോപനിഷത്ത്. യമനും നചികേതസ്സും തമ്മിലുള്ള സംവാദം ഉൾപ്പെട്ടിരിക്കുന്ന ഉപനിഷത്ത് കഠോപനിഷത്ത്. പ്രസിദ്ധമായ തത്വമസി വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ എ ചാന്ദികോപനിഷത്ത്. പ്രസിദ്ധമായ തത്വമസി വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ചാന്ദികോപനിഷത്ത്. താഴെ പറയുന്നവയിൽ ഗജപൃഷ്ഠ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം? ഓപ്ഷൻ ബി പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. താഴെ പറയുന്നവയിൽ ഗജപൃഷ്ഠ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കൃഷ്ണഗാഥയുടെ കർത്താവ്? ഓപ്ഷൻ സി ചെറുശ്ശേരി നമ്പൂതിരി. കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി നമ്പൂതിരി. താഴെ പറയുന്നവരിൽ 19-ാം നൂറ്റാണ്ടിലെ കേരള നവോത്ഥാന പ്രക്രിയയിൽ പ്രധാനി? ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. താഴെ പറയുന്നവരിൽ 19-ാം നൂറ്റാണ്ടിലെ കേരള നവോത്ഥാന പ്രക്രിയയിൽ പ്രധാനി ശ്രീനാരായണ ഗുരു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം? ഓപ്ഷൻ സി തിരുവനന്തപുരം ജില്ലയിലെ നന്ദൻകോട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ നന്ദൻകോട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഇനിയുള്ള എക്സാമുകൾക്ക് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.